ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലോ, നമ്മുടെ മാനേജ്മെൻറ്റ് ഒരു മീഡിയോക്കർ മെൻറ്റാലിറ്റി ഉള്ള മാനേജ്മെൻ്റ് ആണ് എന്നുള്ളത്. പക്ഷേ അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഫാൻസും ഒരു മീഡിയോക്കർ മെൻറ്റാലിറ്റി ആയിരുന്നു. ഇതൊന്ന് അടിവരയിടണം. പാസ്റ്റാണ്. പക്ഷേ ഇപ്പോഴും ആ മെൻറ്റാലിറ്റി ഉള്ള ഫാൻസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു മെജോറിറ്റി ഓഫ് ഫാൻസ് ആ കാര്യത്തിലൊക്കെ ഒരു മാറ്റം സംഭവിച്ചു. എല്ലാവരും മാറി ചിന്തിച്ച് തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പം ഒരു പരിധി വരെ, ഒരു സമയം വരെ ഞാനും ഈ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾ തന്നെയായിരുന്നു. സോ ആ ഒരു എൻ്റെ ഒരു യൂട്യൂബ് ജേർണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്കൊരു പോയിന്റിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. പിന്നെ കുറച്ചും കൂടി ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും കൂടെ ചെയ്തപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായി. നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ അടുത്ത വർഷം കപ്പടിക്കും, അല്ലെ അതിൻ്റെ അടുത്ത വർഷം കപ്പടിക്കും, ഈ സീസൺ പോയെങ്കിൽ എന്താ അടുത്ത വർഷം വരും, കലിപ്പടക്കും, ആ ഒരു ചിന്തയെ മാറ്റാൻ തുടങ്ങി. അതോടുകൂടി ഈ പറഞ്ഞ തള്ളലൊക്കെ അവസാനിച്ചു. എന്താണെങ്കിലും ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള CEO നമുക്ക് ട്രോഫിയിൽ ഒബ്സഷൻ പാടില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറഞ്ഞ ഒരു നിലയിൽ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമ്മളുടെ ഡയറക്ടർ ടീമിനെ വിമർശിക്കുന്നവരെ ആം ചെയർ വാരിയസ് ആക്കിയിരുന്നു സീസണിന് മുൻപ്. എന്താണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ആം ചെയർ വാരിയസ് അല്ലാത്തവരുടെ എണ്ണം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ്. കാരണം മെജോറിറ്റി ഓഫ് ഫാൻസ് ഇപ്പോൾ ഏത് തരത്തിലാണ് നിൽക്കുന്നതെന്നുള്ളത് അറിയാമല്ലോ. അപ്പം ആ ഒരു ലോജിക്ക് വെച്ചാണെങ്കിൽ എല്ലാവരെയും ആം ചെയർ വാരിയസ് ആക്കണം. ഇപ്പം നമ്മുടെ ഫാൻസും ഒരു ഡിമാൻഡിങ് ഫാൻസായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മെജോറിറ്റി ഓഫ് ഫാൻസ്. സോ ഞാൻ ഏറെ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഞാനത് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. നമ്മുടെ ഫാൻസ് ഈ പറയുന്ന പോലെ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി നമ്മുടെ ഫാൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുക എന്നുള്ളത്. പക്ഷേ ഒരു മൈനോറിറ്റി ഉണ്ട് കേട്ടോ, ഈ പറയുന്നത് പോലെ വേറെ ഇപ്പോഴും മീഡിയോക്കറായിട്ട് ചിന്തിക്കുന്നവർ. സോ അതിൽ വേണം 2-3 കാറ്റഗറിയൊക്കെ പറയാം. ഇപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ പലരും ഉണ്ടായിരുന്ന പോലത്തെ ഒരു മുമ്പത്തെ സ്റ്റേജ് ഉണ്ടല്ലോ, നമ്മൾ അടുത്ത വർഷം എങ്ങനെയും കപ്പടിക്കുമായിരിക്കും, RCBക്ക് കപ്പില്ലല്ലോ, അർജൻറ്റീനയ്ക്ക് കപ്പില്ല, അങ്ങനെ തോറ്റവരെ പറ്റി മാത്രം ചിന്തിച്ച് കൊണ്ടിരിക്കുന്നവർ. സോ അവരോട് ഒരു പരിധി വരെയൊക്കെ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കപ്പടിക്കാത്ത ഒരേ ഒരു ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അവർക്ക് പറയാൻ പറ്റില്ല. അതിന് പ്രത്യേക ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവരെ ഫാൻസ് ഒന്നും വിളിക്കാൻ പറ്റില്ല, പ്യുവർ PR ടീംസാണ്. റീസെൻ്റ്ലി മഞ്ഞപ്പടയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്തിരുന്നല്ലോ, മറ്റേ പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് അടിയിലൊക്കെ കുറച്ച് കമൻസൊക്കെ കണ്ടിരുന്നു. ഇപ്പം മഞ്ഞപ്പട ഒക്കെ ആണെങ്കിലും ഇത്രയും നാൾ എവിടെ ആയിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. സോ മഞ്ഞപ്പട അതിന് പ്രൊട്ടസ്റ്റ് കുറച്ചും കൂടി നേരത്തെ ഇതൊക്കെ ചെയ്യേണ്ടതല്ലായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഞാൻ മുമ്പ് ചാനലിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഫാൻ ഗ്രൂപ്പ്സിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴത്തേക്കും മഞ്ഞപ്പടയുടെ കാര്യം തന്നെ എടുക്കാം, കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഈ ഡിമാൻഡിങ് ആകുക. പക്ഷേ നിലവിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ അവരിപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഡിമാൻഡിങ് ഒരു ഫേസിൽ തന്നെയാണുള്ളത്. ആരാധകരുടെ മനസ്സെന്താണ്, മെജോറിറ്റി ഓഫ് ആരാധകരുടെ എന്താണ് അവരാവശ്യപ്പെടുന്നത്, ആ തരത്തിൽ തന്നെയാണ് ഇപ്പം മഞ്ഞപ്പട ആ ഒരു പ്രൊട്ടസ്റ്റിംഗ് പരിപാടികളിലേക്കൊക്കെ പോകുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനും മഞ്ഞപ്പടയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ മഞ്ഞപ്പടയുടെ ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പിലൊരു മെമ്പർ മാത്രമാണ്. ഞാൻ അതിൻ്റെ അഡ്മിൻ പാനലിലോ അങ്ങനത്തെ ഉള്ള ഒരു വേറെ ഒന്നുമല്ല. ഇനി ഈ പറഞ്ഞതുപോലെ ഈ ഒരു മീഡിയോക്കർ മെൻറ്റാലിറ്റി ഉള്ള തന്നെ ഫാൻസ്, അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഏത് കാറ്റഗറി പെടുന്നവരാണെന്നൊന്നും അറിയില്ല, ഇടുന്ന ചില കമൻസ് കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ക്ലബ്ബ് ഈ പറഞ്ഞ പോലെ തോക്കാനായിട്ടൊരു ടീമിനെ ഇറക്കുക എന്നുള്ളത് ഒരിക്കലും ഇല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറഞ്ഞ മിഡ് ടേബിൾ മെൻറ്റാലിറ്റി ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഞാൻ പറയാം. നമ്മുടെ ടീമിലെ എല്ലാ വർഷവും ഒരു മേജർ പ്ലെയറിൻ്റെ ഒരു സെല്ലിങ് മറ്റൊരു ISL ക്ലബ്ബിലേക്ക് നടന്നിരിക്കും. അതുവഴി ട്രാൻസ്ഫർ ഫീയും ഏൺ ചെയ്തിരിക്കും. അപ്പം നമ്മൾ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു സ്ക്വാഡ് വെച്ച് അത് ബിൽഡ് ചെയ്തല്ലേ നമുക്കൊരു ചാമ്പ്യൻഷിപ്പിലേക്ക് എയിം ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനൊരു കാണിക്കുന്ന ഒരു ടീമിനെ നമുക്ക് എങ്ങനെ ചാമ്പ്യൻ മെൻറ്റാലിറ്റി എന്ന് പറയാൻ പറ്റും? ചിലർ ചോദിച്ചിട്ടുണ്ട് എന്താണ് ചാമ്പ്യൻ മെൻറ്റാലിറ്റി എന്നുള്ളത്. അതിന് വേണമെങ്കിൽ ഇത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള CEO ഉണ്ടല്ലോ, പുള്ളി അവസാനം പറഞ്ഞ ഒബ്സഷൻ ട്രോഫി ആ സംഭവം ഉണ്ടല്ലോ, അതും കൂടി വന്നപ്പോഴത്തേക്കും ഈ കാര്യങ്ങൾ, ഈ മെൻറ്റാലിറ്റി എന്താണ് എന്നുള്ളതിൽ നമുക്ക് അത് സമ്പൂർണ്ണമായെന്ന് പറയാം. ഇനി അടുത്ത വന്ന കമൻറ്റാണ് ഏറ്റവും കോമഡി. നീയൊക്കെ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങാനും കപ്പടിച്ചാൽ നീയൊക്കെ എന്ത് ചെയ്യും? അയ്യോ, പെട്ടുപോയിട്ടുള്ളൊരു ചോദ്യമായി പോയി.
പെടാനൊന്നുമില്ല. ഈ ഒരു ചോദ്യം തന്നെ ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ ഫാൻസും അല്ലെ ഫാൻ ഗ്രൂപ്പുകളൊക്കെ മിണ്ടാതിരുന്നത്. നമ്മൾ ഈ സീസണിൽ ബെറ്ററായി വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് അവസാനം ആ ക്ഷമ നശിച്ചിട്ട് ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഇവർ എല്ലാ വർഷവും നമ്മളെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ള തോന്നൽ വന്നുകൊണ്ടാണ്. സോ ഇന്നലത്തെ ആ സൈനിങ് വന്നിട്ടുള്ള ആ ഒരു കമൻസിലും എൻ്റെ വീഡിയോയുടെ കമൻസിലൊക്കെ അടക്കം വന്നിരുന്നു. കണ്ടാടാ ഇപ്പം സൈനിങ് നടത്തിയപ്പം നീയൊക്കെ ആരായി, എന്താരാകാൻ, 5 ഔട്ട് ഗോയിങ്സ് പോയപ്പം ഒരു ഇൻകമിങ് വന്നു. അത് സന്തോഷിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വിദേശ താരത്തെ പരുക്കൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു ട്രാൻസ്ഫർ ഫീയെ കൊടുത്ത് ജനുവരിയിൽ കൊണ്ടുവരുന്നത്. സോ പ്രൊട്ടസ്റ്റിന് ബലമില്ല എന്നുള്ളതൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ പൊന്നാര ചങ്ങായിമാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നവരുടെ വീട്ടിൽ അരി മേടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ ഒന്നുമല്ല. അവരുടെ ഫേവറേറ്റ് ക്ലബ്ബ് അത് ഒരു ട്രോഫി വിന്നിങ് ക്ലബ്ബായിട്ട് മാറുന്നത് കാണുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സൈനിങ് നടത്തുന്നത്. അപ്പം ആ ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ചത് വഴി ചരിത്ര നേട്ടങ്ങൾക്കും കൂടിയുള്ള വഴി ഒരുങ്ങട്ടെ. ഈ പറഞ്ഞ പോലെ ഈ സീസണിൽ തന്നെ ജനുവരിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് പ്ലേ ഓഫിൽ എങ്കിലും കളിക്കാൻ പറ്റി, നമുക്ക് ISL കപ്പ് വിൻ ചെയ്യാൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ സൂപ്പർ കപ്പ് അവിടെ കിടക്കുന്നു അത് വിൻ ചെയ്യാൻ സാധിക്കട്ടെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തിനാണ് വിഷമിക്കുന്നത്? ഈ പ്രൊട്ടസ്റ്റൊക്കെ കൊണ്ട് ബലം കണ്ട് നമ്മുടെ ടീം സക്സസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സന്തോഷിക്കുന്നത് ഈ പറയുന്ന ഫാൻസ് ആയിരിക്കും. സോ സന്തോഷിക്കാത്തവർ ഈ പറയുന്നത് പോലെ മീഡിയോക്കർ മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കും. കാരണം അവർക്ക് മീഡിയോക്കർ ആണല്ലോ, അവർക്ക് കപ്പടിക്കുക എന്നുള്ള ലക്ഷ്യമില്ലല്ലോ. ഇപ്പം യൂറോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫാൻസ് ഗ്ലേസേഴ്സ് ഔട്ട് വിളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്തിന്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എക്സ് പ്ലേയേഴ്സ് വരെ ഗ്ലേസേഴ്സ് ഔട്ട് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവർ ചില ട്രോഫീസും ഡൊമസ്റ്റിക് കപ്സ് ഒക്കെ വിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവർ ആ ഒരു പ്രൊട്ടസ്റ്റിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പം നമ്മൾ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഇടയിൽ 2-3 മാച്ചസ് വിജയിച്ചപ്പോഴത്തേക്കും ചില ആളുകൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് ചാമ്പ്യൻഷിപ്പ് നേടണം, കണ്ടിന്യൂസ്ലി നേടണം, ആ മെൻറ്റാലിറ്റി ഉണ്ടാകണം. സോ അണ്ടിൽ നമ്മൾ അതിലേക്ക് പ്രതിഷേധങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യണം, മാറ്റം ഉണ്ടാകുന്നത് വരെ. പിന്നെ വന്ന ഒരു കമൻസ് ഞാൻ കണ്ടതാണ് കേട്ടോ, ഈ ക്ലബ്ബ് ഉണ്ടെങ്കിലേ ഈ ഫാൻസും ഫാൻ ഗ്രൂപ്പുകളും നീയും ഒക്കെ ഉള്ളൂ എന്നുള്ളത്. ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ, ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എത്രയോ ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബിൽ എത്ര പേർക്ക് ഈ പറഞ്ഞ പോലെ ഫാൻസ് ഉണ്ട്, സ്റ്റേഡിയത്തിൽ വരുന്ന ഫാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ നോക്ക്, ഇതൊക്കെ കൊണ്ട് ഇത്രയും മാസമായിട്ടുള്ള ഫാൻസ് ഉള്ളത് കൊണ്ട് പ്രയോജനം ആർക്കാണുള്ളത്? ഈ പറയുന്ന ഈ ഫാൻസിനാണുള്ളത്, ക്ലബിനാണ്. ISLനേക്കാൾ കൂടുതൽ സ്പോൺസേഴ്സിനെ കിട്ടുന്നതും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ ഉള്ളതുകൊണ്ട്, ഇത്രയും ഫാൻസ് ഉള്ളതും ഫാൻസ് സ്റ്റേഡിയത്തിൽ വന്ന് കാണുന്നത് കൊണ്ടാണ്. അപ്പം ആ കമൻറ്റ് ഇട്ടവരൊന്ന് തിരിച്ചാണ് ചിന്തിച്ച് നോക്കേണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ക്ലബ്ബാണ്. അതുപോലെ ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ആളുകളുടെ ഫേവറേറ്റ് ക്ലബ്ബാണ്. അത് മരണം വരെ അത് അവരുടെ ഫേവറേറ്റ് ക്ലബ്ബായിട്ട് തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ആ ക്ലബ്ബ് ഒരു നല്ല വഴിക്കാകുക, നമ്മളും എന്നും സന്തോഷിക്കുന്ന തരത്തിലേക്കാകുക. നമ്മളീ പറഞ്ഞ പോലെ എന്ത് സാമ്പത്തിക നേട്ടത്തിനാണ്? അതൊന്നും അല്ലല്ലോ. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ വിജയങ്ങളുണ്ടാകുക, ട്രോഫികൾ നിരന്തരം നേടുന്ന ക്ലബ്ബായിട്ട് മാറുക, ഈ ലക്ഷ്യത്തിൽ തന്നെയാണ് എല്ലാവരും അവരുടെ സമയവും അല്ലെങ്കിൽ അവരുടെ പണവും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടി ഇപ്പം മീഡിയോക്കർ മെൻറ്റാലിറ്റി ഉള്ളവർക്ക് അവർക്ക് ട്രോഫിയൊന്നും വേണ്ട, അവർക്ക് ഇങ്ങനെ ഫ്രീ കിക്ക് സെലിബ്രേഷനും അല്ലെങ്കിൽ എതിർ ടീം തോക്കുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നതും അല്ലെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ, അതൊക്കെ മതിയായിരിക്കും. പക്ഷേ ഇപ്പം മെജോറിറ്റി ഓഫ് ഫാൻസൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. അവർക്ക് ഒരു ചാമ്പ്യൻ ക്ലബ്ബ് എന്ന നിലയിൽ തന്നെ നമ്മുടെ ക്ലബ്ബ് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അത് മാറുന്നവരെ ഈ പറഞ്ഞ പ്രതിഷേധങ്ങളൊക്കെ തുടരും. വിജയങ്ങളും അതൊന്നും ഒരു തടസ്സമല്ല. നമുക്ക് ഈ ട്രോഫി വിൻ ചെയ്യുന്ന നമ്മുടെ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വരുന്നത് വരെ ഈ കാര്യങ്ങൾ തുടരും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും. എന്തിനാണ് ആ പറഞ്ഞ ഫാൻസിനെ വിട്ട് കളഞ്ഞാൽ പോരെ എന്നുള്ളത്. ചിലപ്പം പറഞ്ഞല്ലോ, നമ്മൾ മീഡിയോക്കോർ ഫാൻസായിട്ട് നിന്നവരാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ പോയിന്റിലായിരിക്കും ഒന്ന് മാറി ചിന്തിക്കാനായിട്ടുള്ളൊരു തോന്നലുണ്ടാകുന്നത്. അവർക്കും അങ്ങനെ എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടാകട്ടെ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റിയ കാണിക്കേഷൻ സനിയ.